സുഹൃത്തുക്കളെ നമസ്കാരം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നില്ലേ? വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ മാന്ത്രികം 25ാമത്തെ ഡേയിൽ എത്തിയിരിക്കുകയാണ്. ഈ 25ാമത്തെ ഡേയിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നതിനെ എല്ലാം മാന്ത്രികത തൊട്ടുവിടാൻ പോവുകയാണ്. എന്താണ് ഇന്നത്തെ പരിശീലനം എന്നല്ലേ? നമ്മളെ കൺമുമ്പിൽ ഓരോ കാഴ്ചകൾ കാണുമ്പോഴും അത് നമ്മുടെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അതിനോട് നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. അതെങ്ങനെയാണ്, എന്താണ് എന്നൊക്കെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കണം. ഭയങ്കര രസമുള്ളൊരു, ഞാൻ ഈ ഒരു 25ാമത്തെ ദിവസം പ്രാക്ടീസ് ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നി. കാരണം മറ്റു ദിവസങ്ങളിലൊക്കെ നമ്മൾ ചെയ്യാത്തൊരു പരിശീലനമാണ്. നമ്മൾ നമ്മുടെ ചുറ്റുപാടും കാണുമ്പോഴാണ് നമ്മളിലേക്ക് നമ്മൾ നോക്കുന്നത്. അങ്ങനെ ഒരു പരിശീലനത്തിലൂടെ കടന്നുപോയപ്പോൾ എന്തൊരു ചേഞ്ച് ആണെന്നറിയാം നമ്മളിൽ വന്നത്. നമ്മൾ നമ്മളെ തന്നെ മറന്നു പോകുന്ന പല കാര്യങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ചുറ്റുപാടുകള്. അപ്പൊ എങ്ങനെയാണ് ഈ 25ാമത്തെ ഡേയിൽ നമ്മൾ മാന്ത്രികം പരിശീലിക്കുന്നത് എന്ന് കാണാം. പ്രപഞ്ചം വളരെ സഹൃദയനും ശ്രദ്ധാലുവുമാണ്. നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് എന്തും നൽകാൻ പ്രപഞ്ചം ആഗ്രഹിക്കുന്നതായി കരുതുക. എന്തെന്നാൽ പ്രപഞ്ചത്തിന് വെറുതെ നടന്നു വന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കയ്യിലേക്ക് തരാൻ സാധിക്കില്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാകാൻ പ്രപഞ്ചത്തിന് ആകർഷണ നിയമം ഉപയോഗിച്ച് ലക്ഷണങ്ങളും അടയാളങ്ങളും തന്ന് സഹായിക്കാനേ കഴിയും. നിങ്ങളുടെ സ്വപ്നങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാൻ നിങ്ങൾ കൃതജ്ഞതയെ ഉൾക്കൊള്ളണമെന്ന് പ്രപഞ്ചത്തിന് അറിയാം. അതുകൊണ്ട് നിങ്ങൾ കൃതജ്ഞതാലുവായിരിക്കാൻ വ്യക്തിപരമായ സൂചനകൾ നൽകി പ്രപഞ്ചം ഈ കളിയിൽ തന്റെ ഭാഗം കളിക്കുന്നു. അപ്പൊ നമ്മളും ഈ കളിയിൽ പ്രപഞ്ചത്തോടെ പങ്കുചേരാൻ. നമ്മുടെ മുന്നിലൂടെ ഒരു ആംബുലൻസ് കടന്നു പോകാൻ വിചാരിക്കാം. നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. ദൈവമേ, എന്റെ ആരോഗ്യത്തിന്, അല്ലേ? നമ്മളല്ലല്ലോ അതിലുള്ളത്, നമുക്ക് ആ ഒരു അവസ്ഥ ഇല്ലല്ലോ. അപ്പോഴാണ് നമ്മൾ നമ്മളെ ആരോഗ്യത്തെ ഓർക്കുന്നത്. അങ്ങനെയാണ് ഓരോ സാഹചര്യങ്ങളിലും നമ്മൾ ചുറ്റുപാടുകളിലേക്കും നടക്കുന്ന സംഭവങ്ങളെ നമ്മൾ നന്ദിയോടെ അല്ലെങ്കിൽ നന്ദി പ്രകടിപ്പിക്കാനുള്ള അവസരമായിട്ട് എടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ശരീരഭാരം കുറയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ അതേ ശരീരഭാരത്തോടുള്ള ആളുകളെ കാണുകയാണെങ്കിൽ അതിന് നമ്മൾ നന്ദി പറയണം. ദൈവമേ, എന്റെ ഈ ശരീരഭാരത്തിന് ഞാൻ ഹാപ്പിയാണ്. എന്റെ ബോഡിയിൽ നമ്മളെ തന്നെ ചിലർ പറയും, എന്റെ മൂക്ക് എനിക്കിഷ്ടമല്ല, അല്ലെങ്കിൽ എന്റെ ശരീരത്തിൽ ഈ ഭാഗമാണ് എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തത്. നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തെയും നമ്മൾ സ്നേഹിക്കുക. കാരണം ഇവിടെ എല്ലാം ഡിഫറെന്റ് ആണ്. നമ്മളെപ്പോലെ നമ്മളെ ഉള്ളൂ ഈ ഭൂമിയിൽ. അപ്പോ അതിനോട് നമ്മൾ നന്ദി ഉള്ളവരായിരിക്കണ്ടേ. അങ്ങനെ ഓരോ ചുറ്റുപാടുകളോടും നമ്മൾ ഇന്ന് കാണുന്ന ഓരോ കാര്യങ്ങളോടും നമ്മുടെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ അതിന് നന്ദി പറയുക എന്നുള്ളതാണ്. നമ്മളൊരു പുതിയ ദിവസം ആരംഭിക്കുമ്പോൾ ഓഫീസിലോ വീട്ടിലോ ഇനി റോഡിലോ എവിടെയായാലും ആരെങ്കിലും ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ നമ്മൾ തിരിച്ച് ഗുഡ് മോർണിംഗ് പറയും. പക്ഷെ അതോടൊപ്പം തന്നെ ഇന്നത്തെ പ്രഭാതം അല്ലെങ്കിൽ ഈ ഒരു ദിവസം നമുക്ക് ലഭിച്ചതിന് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. അങ്ങനെ ഓരോ കാര്യങ്ങളോടും നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ കൃതജ്ഞതയോടെ ഇരിക്കാൻ പരിധിയില്ലാത്ത വിധം സർഗാത്മക വഴികളിലൂടെ പ്രപഞ്ചം മാന്ത്രികത നിങ്ങളിലേക്ക് തൊടുത്തുവിടും. നിങ്ങൾ ആ മാന്ത്രിക സൂചനയെ തെറ്റിദ്ധരിക്കുകയോ തെറ്റായ സൂചന നിങ്ങൾക്ക് ലഭിക്കുകയോ ഇല്ല. എന്തെന്നാൽ സൂചനയായി നിങ്ങൾ എന്തു തന്നെ കരുതിയാലും അത് ശരിയാണ്. പ്രപഞ്ചം ആകർഷണ നിയമം ഉപയോഗിക്കുന്നത് നിങ്ങളെ മാന്ത്രികമായി ഉണർത്താനാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ഈ നിമിഷം കൃതജ്ഞതയോടെ ഇരിക്കാൻ വേണ്ട കൃത്യമായ സൂചനകളെയാണ് നമ്മൾ ആകർഷിക്കേണ്ടത്. നമ്മളൊരു നല്ല വീട് കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെക്കാൾ നല്ലതല്ലാത്തൊരു വീട് കാണുമ്പോൾ, നല്ല വീട് കാണുകയാണെങ്കിൽ അതിനും നമ്മുടെ നല്ല വീടിന്, എനിക്ക് ഇത്രയും നല്ല സൗകര്യമുള്ളൊരു വീടുണ്ടല്ലോ, അതിന് നമ്മൾ നന്ദി പറയാം. നമ്മൾ ഉറങ്ങാൻ പോവുകയാണെങ്കിൽ നമ്മുടെ ബെഡ്റൂം, ഇത്രയും നല്ലൊരു ബെഡ്റൂം എനിക്കുണ്ടല്ലോ, സുരക്ഷിതമായിട്ട് കിടന്നുറങ്ങാൻ ഇത്രയും നല്ല ബെഡ് എനിക്കുണ്ടല്ലോ. ഇന്ന് നമ്മൾ കാണുന്ന എല്ലാറ്റിനും നമ്മുടെ ലൈഫായിട്ട് കമ്പയർ ചെയ്ത് നന്ദി പറയാം. നമ്മൾ 25 ദിവസം പിന്നിടുമ്പോൾ, കൃതജ്ഞത കൊണ്ട് നമ്മുടെ ഉള്ളു നിറയുമ്പോൾ, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളോർത്ത് നമ്മുടെ കണ്ണ് നിറയും,
ഉള്ളിലേക്ക് നോക്കൂ, നമ്മുടെ ചുറ്റും നോക്കൂ. ഇല്ലായ്മയല്ല നമ്മൾ കാണേണ്ടത്, നമുക്ക് കിട്ടിയതിന് നന്ദി പറയുക എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് എന്തൊക്കെയാ പ്രാക്ടീസ് ചെയ്യേണ്ടത്? എഴുന്നേൽക്കുമ്പോൾ തന്നെ ആരെങ്കിലും ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ തിരിച്ച് ഗുഡ് മോർണിംഗ് പറയുമ്പോൾ ഇന്നത്തെ ഈ ദിവസം എനിക്ക് കിട്ടിയതിന് നന്ദി പറയുക. നിങ്ങളെക്കാൾ ആരോഗ്യമുള്ളവരെ കാണുകയാണെങ്കിൽ അതിന് നന്ദി പറയുക. നിങ്ങളെക്കാൾ ആരോഗ്യം കുറഞ്ഞവരെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നല്ലോ എന്നതോർത്ത് നന്ദി പറയുക. എന്താണോ നമ്മളെ ചുറ്റിലും നമ്മൾ കാണുന്നത് അത് നമ്മളെ നോക്കി കണ്ട് തിരിച്ചറിഞ്ഞ് നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ ഓർക്കുമ്പോൾ അറിയാതെ നമ്മൾ നന്ദി പറഞ്ഞു പോകും. അപ്പൊ ഇന്ന് ഇത് പ്രാക്ടീസ് ചെയ്യുക. 10 അനുഗ്രഹങ്ങൾ എഴുതുക. രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ മാന്ത്രിക കല്ലെടുത്ത് നന്ദി പറയാൻ മറക്കരുത്. 25 ദിവസമായി, ഇനി 3 ദിവസം കൂടിയുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് പ്രാക്ടീസ് ചെയ്യുന്നവരെന്നെ വിളിക്കണം. നിങ്ങളുടെ ചേഞ്ചസ് എന്നെ അറിയിക്കണം. ഇനി 3 ദിവസം കൊണ്ട് എന്ത് അത്ഭുതമാണ് നമ്മുടെ ബോഡിയിലും മൈൻഡിലും ഒക്കെ ഉണ്ടാവുക, ചുറ്റുപാടും ഉണ്ടാവുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ലവ് യു ഓൾ.